ലൈംഗിക കുറ്റവാളി എന്ന് കണ്ടെത്തിയ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിൽ ഉൾപ്പെട്ട പുതിയ പേരുകൾ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കും പ്രിൻസ് ആൻഡ്രൂവിന്റെയും പേര് എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എപ്സ്റ്റീനെതിരെ അന്വേഷണം നടത്തുന്ന അമേരിക്കൻ പ്രതിനിധി സഭയുടെ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിക്ക് ജെഫ്രി എപ്സ്റ്റീൻ എസ്റ്റേറ്റ് കൈമാറിയ ഫയലുകളിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപിനെ നേരത്തെ ഇലോൺ മസ്ക് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ സ്വകാര്യ ദ്വീപിലേക്ക് 2014 ഡിസംബറിൽ മസ്കിനെ ക്ഷണിച്ചുവെന്നാണ് രേഖകൾ ഉദ്ധരിച്ചിട്ടുള്ള പുതിയ വെളിപ്പെടുത്തൽ. 2000 മെയ് മാസത്തിൽ ന്യൂജേഴ്സിയിൽ നിന്ന് ഫ്ലോറിഡയിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് രേഖയിൽ യാത്രക്കാരനായി പ്രിൻസ് ആൻഡ്രൂവിന്റെ പേരുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള മറ്റൊരു വിവരം. എന്നാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ആരോപണങ്ങൾ ആൻഡ്രൂ രാജകുമാരൻ നേരത്തെ ശക്തിയുദ്ധം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീൻ തന്നെ സ്വകാര്യ ദ്വീപിലേക്ക് ക്ഷണിച്ചതായി മസ്ക് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത്തരം വാർത്തകൾ നേരത്തെ മസ്കും നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീൻ എസ്റ്റേറ്റ് നൽകിയ മൂന്നാമത്തെ സൈറ്റ് രേഖകളിൽ നിന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അപൂർണമായിട്ടുള്ള രേഖകൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫോൺ സന്ദേശത്തിന്റെ ലോഗോകൾ, വിമാന ഫ്ലൈറ്റ് ലോഗോകളുടെയും മാനിഫെസ്റ്റോകളുടെയും പകർപ്പുകൾ, ബാങ്ക് ലെഡ്ജുകളുടെ പകർപ്പുകൾ, എപ്സ്റ്റീൻ ദൈനംദിന ഷെഡ്യൂൾ എന്നിവ ഈ രേഖകളിൽ ഉണ്ടെന്നാണ് ഹൗസ് ഓവർസൈഡ് കമ്മിറ്റി ഡെമോക്രാറ്റുകളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മസ്കിനും ആൻഡ്രൂ രാജകുമാരനും പുറമെ ഇന്റർനെറ്റ് സംരംഭകരായ പീറ്റർ തീൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനർ തുടങ്ങിയ പ്രശസ്തരായ മറ്റു വ്യക്തികളുടെ പേരുകളും പൊതുജനങ്ങൾക്ക് ലഭ്യമായ രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മസ്കുമായി ബന്ധപ്പെട്ട രേഖകളിലെ ഒരു പരാമർശം BBC പങ്കുവച്ചിട്ടുണ്ട്. 2014 ഡിസംബറിലെ രേഖകളിൽ ഓർമ്മപ്പെടുത്തൽ ഡിസംബർ 6 എലോൺ മസ്കിന്റെ ദ്വീപിലേക്ക് ഇപ്പോഴും സംഭവിക്കുന്നുണ്ടോ എന്ന് കുറിച്ചുകൊണ്ടാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ്രൂ രാജകുമാരൻ ന്യൂജേഴ്സിയിലെ ടൈറ്റൻ ബോറോയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് വെസ്റ്റ് പാം ബീച്ചിലേക്കും 2000 മെയ് 12 എപ്സ്റ്റീൻ അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ഗില്ലിലെസ് മാക്സ്വെല്ലിനും ഒപ്പം യാത്ര ചെയ്തുവെന്നാണ് ഒരു ഫ്ലൈറ്റ് മാനിഫെസ്റ്റോ രേഖകളെ ഉദ്ധരിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. എപ്സ്റ്റീനും മാക്സ്വെല്ലിനെയും പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി കടത്താൻ ഗൂഢാലോചന നടത്തിയത് കുറ്റക്കാരാണെന്ന് 2021 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 2000 ഫെബ്രുവരിയിലും മെയ് മാസത്തിലും ആൻഡ്രൂവിന്റെ മസാജുകൾക്ക് വേണ്ടി പണമടച്ചതിന്റെ 2 പരാമർശങ്ങൾ വ്യാപകമായി എഡിറ്റ് ചെയ്ത ഒരു ലെഡ്ജറിൽ ഉണ്ടെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെഡ്ജറിൽ പരാമർശിച്ചിരിക്കുന്നത് ആൻഡ്രൂ ആരാണെന്ന് വ്യക്തമല്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. എന്നാൽ കൊട്ടാര രേഖകളിലും പഴയ ഫോട്ടോകളിലും അക്കാലത്തെ വാർത്താ വിവരണങ്ങളിലും ആൻഡ്രൂ രാജകുമാരൻ US സന്ദർശിച്ചതായി കാണിച്ചിരിക്കുന്ന സമയത്തിനോട് സമാനമാണ് പുറത്തു വന്നിരിക്കുന്ന രേഖകളിൽ പറഞ്ഞിരിക്കുന്ന സമയവും എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവന പ്രകാരം നാഷണൽ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ക്രൂവൽ ചിൽഡ്രൻസിന്റെ വിരുന്നിൽ പങ്കെടുത്ത ആൻഡ്രൂ രാജകുമാരൻ 2000 മെയ് 11 ന്യൂയോർക്കിലേക്ക് പോയിരുന്നുവെന്ന് വ്യക്തമാണ്. മെയ് 15 ആൻഡ്രൂ ബ്രിട്ടനിൽ തിരിച്ചെത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ എപ്സ്റ്റീനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച വിർജീനിയ റോബർട്ട് ജിഫ്രെ ആൻഡ്രൂ രാജകുമാരനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ കടത്തിക്കൊണ്ടുപോയി ആൻഡ്രൂ രാജകുമാരൻ ഉൾപ്പെടെ എപ്സ്റ്റീന്റെ സുഹൃത്തുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും അന്ന് തനിക്ക് 17 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂവെന്ന് ആൻഡ്രൂവിന് അറിയാമായിരുന്നുവെന്നുമായിരുന്നു ജിഫ്രെയുടെ ആരോപണം. എന്നാൽ ആൻഡ്രൂ രാജകുമാരൻ ആരോപണങ്ങൾ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിർജീനിയ റോബർട്ട് ജിഫ്രെ എപ്സ്റ്റീനെതിരെ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക പീഡനം നടത്തിയെന്ന ആരോപണങ്ങളാണ് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. സംരംഭകനായ പീറ്റർ തിലിന്റെ പേരിനൊപ്പം 2017 നവംബറിലെ ഉച്ചഭക്ഷണ തീയതിയെക്കുറിച്ചും എപ്സ്റ്റീന്റെ ഫയലുകളിൽ പരാമർശമുണ്ട്. 2019 ഫെബ്രുവരി 17 സ്റ്റീവ് ബാനനുമൊത്തുള്ള പ്രഭാത ഭക്ഷണത്തെക്കുറിച്ചും രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സുമായി 2014 ഡിസംബറിൽ ഒരു പ്രഭാത ഭക്ഷണ പരിപാടിക്കുള്ള പ്രാഥമിക ക്രമീകരണങ്ങൾ നടത്തിയിരുന്നതായി രേഖകൾ പറയുന്നതായി BBCയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയതിലൂടെ താനൊരു തെറ്റ് ചെയ്തുവെന്ന് ഗേറ്റ്സ് 2022 BBCയോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്ന ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ഗോർജ് മേധാവി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിന് പിന്നാലെ ഇലോൺ മസ്ക് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾക്ക് പിന്നാലെയായിരുന്നു മസ്ക് ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തത്. ജെഫ്രി എപ്സ്റ്റീനെതിരെ ലൈംഗികാരോപണ ഫയലുകളിൽ പ്രമുഖരുടെ പേരിനൊപ്പം ട്രംപിന്റെ പേരുമുണ്ടെന്ന ഗൗരവപരമായ ആരോപണമാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മസ്ക് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരാത്തത് അതിനാലാണെന്നും മസ്ക് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും എക്സ് പോസ്റ്റിൽ മസ്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും പകരം വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്തേക്ക് വരണമെന്നും എക്സ് പോസ്റ്റിൽ മസ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട കോടീശ്വരനാണ് ജെഫ്രി എപ്സ്റ്റീൻ. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡൊണാൾഡ് സ്കൂളിലെ ഗണിത അധ്യാപകനായി കരിയർ തുടങ്ങിയ ജെഫ്രി 1970കളിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബെയർ സ്റ്റേറ്റ്മെന്റിൽ ജോലി ആരംഭിച്ചതോടെ തന്റെ ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തേക്ക് യാത്ര ആരംഭിക്കുകയായിരുന്നു. 1982ൽ സ്വന്തം സ്ഥാപനമായ എപ്സ്റ്റീൻ ആൻഡ് കോക്ക് സ്ഥാപിക്കുകയും ചെയ്തു. 100 കോടിയിലധികം വരുമാനമുള്ള പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് എപ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു. സമ്പത്ത് വർദ്ധിച്ചതോടെ പ്രശസ്തർക്കായി ജെഫ്രി പാർട്ടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ജെഫ്രിയുടെ ഈ സമ്പത്തിന്റെ എല്ലാ ഉറവിടവും അവ്യക്തമായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ശതകോടീശ്വരനായാണ് ജെഫ്രി എപ്പോഴും അറിയപ്പെട്ടിരുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് ഒപ്പിട്ട വിൽപത്രം അനുസരിച്ച് അദ്ദേഹത്തിന് ഏകദേശം 57 ലക്ഷം കോടി ട്രില്യൺ ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2008ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കേസിൽ എപ്സ്റ്റീൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാളെ 18 മാസത്തെ തടവിന് വിധിച്ചുവെങ്കിലും 13 മാസം മാത്രമാണ് എപ്സ്റ്റീൻ ജയിലിൽ കഴിയേണ്ടി വന്നത്. സംഭവത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയതോടെ എപ്സ്റ്റീനെ ഔദ്യോഗികമായി ലൈംഗിക കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മിയാമി ഹെറാൾഡ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ജൂലിക്ക ബ്രൗൺ എപ്സ്റ്റീനെതിരെ അയാളുടെ ഇരകളെ സംബന്ധിച്ച് ഒരു പരമ്പര പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീന് കൂടുതൽ ശിക്ഷ നൽകണമെന്നായിരുന്നു ജൂലിയുടെ വാദം. എന്നാൽ 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുകയും ചെയ്തു. 2019 ജൂലൈ 24-ന് എപ്സ്റ്റീനെ സെല്ലിൽ പരിക്കേറ്റ നിലയിൽ വീണ്ടും കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഓഗസ്റ്റ് 10-ന് എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്.